നിർധനരുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ കുണ്ടലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ. വിവാഹത്തിന് മികച്ച വസ്ത്രം ധരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക പ്രയാസം കാരണം അതിന് സാധിക്കാത്തവർക്ക് കൈത്താങ് ആകുകയാണ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ ചാരിറ്റി പ്രവർത്തനത്തിൽ പകരം വെക്കാനില്ലാത്ത സംഘടനയായ കുണ്ടലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം ഇത്തരം ആവശ്യവുമായി സമീപിച്ചതോടെയാണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം വിവാഹ ദിനത്തിൽ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ സാധിക്കാത്തവരുണ്ടെന്ന് മനസ്സിലാക്കി ഇവർ ഇതിന് മുന്നിട്ടിറങ്ങിയത്. ഇതിനായി ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച ആറ്റിവെച്ച കേടുപാടുകളില്ലാത്ത വസ്ത്രങ്ങളോ പുതിയ വസ്ത്രങ്ങളോ ശേഖരിച്ച് ആവശ്യക്കാർക്ക് നൽകുന്നു. ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായി ഡ്രസ്സുകൾ ശേഖരിച്ച് വരുന്നു. ഇതിനകം തന്നെ നിർധനരായ 25 കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ കല്യാണത്തിന് ഡ്രസ്സുകൾ നൽകി കഴിഞ്ഞു. കോട്ടോപ്പാടം പഞ്ചായത്ത് കുണ്ടലക്കാട് കൈത്താങ് കൂട്ടായ്മ എന്ന സംഘടനയിൽ നിന്ന് വന്ന ആളുകളാണ്. ഞങ്ങൾ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഒരു 7 വർഷത്തോളമായിട്ട് ഞങ്ങൾ ചാരിറ്റി പ്രവർത്തനത്തിലുണ്ട്. അപ്പോൾ ഒരു വർഷം, അതായത് ഒരു 5 മാസത്തോളമായി ഇങ്ങനെ ഒരു ആശയം ഞങ്ങൾക്ക് ഉദിച്ചു വന്നത്. കാരണം കുണ്ടലക്കാട് കൈത്താങ്ങിന് ഒരു ഡ്രസ് ബാങ്ക് തുടങ്ങാം എന്നുള്ളൊരാൾക്ക് അതിനൊരു കാരണമുണ്ട്. കാരണം ഞങ്ങളുടെ സെക്രട്ടറിയായ ഉമ്മറൊട്ടകത്തിൻ്റെ ഒരു കോള് വരികയുണ്ടായി. ഒരു ഉമ്മ വിളിച്ചിട്ട് കുട്ടിയുടെ കല്യാണം മറ്റന്നാണ്, അപ്പോൾ അതിന് കൊടുക്കാനുള്ള ഡ്രസ്സ്, അതായത് കല്യാണ തലേന്ന് കൊടുക്കാനുള്ള ഒരു ഡ്രസ്സ് എൻ്റെ കുട്ടിക്കില്ല. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളെ സമീപിച്ചാൽ കിട്ടുമെന്നറിഞ്ഞത് കൊണ്ടാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം വിളി വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും ആണോ എന്നുള്ള നിലക്കാണ് ഞങ്ങൾ കണക്കൂട്ടിയത്. പക്ഷേ ഇതാണ് പറഞ്ഞത്. വളരെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യുകയും അന്ന് ഞങ്ങളൊരു 13,000 രൂപ കളക്ട് ചെയ്തിട്ട് ആ കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടായി, കുറച്ച് പൈസ. അത് കഴിഞ്ഞ് നമ്മളെ കരിങ്കല്ലത്താണി ഭാഗത്തുനിന്ന് ഇതേപോലെ ഒരു കുട്ടി തന്നെ ഫേസ്ബുക്കിൽ വന്നിട്ട് എൻ്റെ കല്യാണമാണ്, അതുകൊണ്ട് എനിക്ക് ആഭരണങ്ങളില്ല, ഡ്രസ്സില്ല, അപ്പോൾ നിങ്ങളൊരു ഇതേപോലെ ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്ത ഒരു ചരിത്രം ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ എനിക്കൊരു കൂട്ടം ഡ്രസ്സ് വരുമെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ആ ഫേസ്ബുക്ക് മൊത്തത്തിൽ അത് വൈറലായതോടുകൂടെ 17.5 പവൻ്റെ പണ്ടവും, അതായത് ഡ്രസ്സും എല്ലാം കളക്ട് ചെയ്ത് കൊടുത്തേ. പണ്ടത്തിൻ്റെ ഇത് ഞങ്ങളല്ല, അത് വേറെ ഞങ്ങൾ അറിയപ്പെടുന്ന ആളുകൾക്കൊക്കെ വിളിച്ച് പറയുകയും പിന്നെ ആ കുട്ടിയുടെ ആ ഒരു ഇത് കേട്ടിട്ട് ആളുകൾ കളക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അന്ന് മുതൽ ഉദിച്ചതാണ് ഞങ്ങൾക്ക് ഈ ഒരു ആശയം. എന്താണെന്ന് പറഞ്ഞാൽ കാരണം തലക്കാനുള്ള ഈ ഡ്രസ്സ് 2 മണിക്കൂർ നേരെ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ അലമാരയിൽ സൂക്ഷിച്ച് വെക്കുക. ആ സാധനം പിന്നെ ഉപയോഗിക്കുന്നില്ല. പിന്നീട് അതിപ്പോൾ ഓരോരോ ഭാഗത്ത് വന്നിട്ട് കളക്ട് ചെയ്തിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. 5,000 രൂപ 10,000 രൂപയൊക്കെ വാങ്ങിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇത് ഫ്രീ ആയിട്ട് ഇത് കളക്ട് ചെയ്ത് ഫ്രീ ആയിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൂടാന്നുള്ള ആശയത്തിൽ നിന്ന് ഉദിച്ചതാണ് ഇത് സംഭവം. അത് നിങ്ങളെപ്പോലെയുള്ള ഇതേപോലെയുള്ള അക്കാഡമികളും അതുപോലെ ഇന്നലെ ഞങ്ങൾ കല്ലടി സ്കൂളിൽ നിന്ന് ആ കുട്ടികളൊക്കെ പാട് സംഘടിപ്പിച്ചു തന്നെ എന്നതുപോലെ ഈ കളക്ഷനൊക്കെ പാട് കൊണ്ടുപോയി ഞങ്ങൾ ഇതിനൊരു ഓഫീസ് തുറന്നിട്ടുണ്ട്. അതിലുണ്ട് ആർക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ സമീപിക്കാം. ഇതുപോലെ നിർധനരായ കുടുംബത്തിലെ കുട്ടികൾക്ക് ഞങ്ങളെ വിളിക്കാം. അതിന് വേറൊരു ഇതുമില്ല. നേരിട്ട് വന്ന് അവർക്ക് വേണ്ട ഡ്രസ്സുകൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് പോരാം. അതിന് ഞങ്ങളൊരു വാടകയോ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് വാങ്ങലോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. അവിടെ വന്നിട്ട് അവർക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്ത് പോരാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതിന് നിങ്ങളെപ്പോലെയുള്ള എല്ലാവരും, നിങ്ങളുടെയൊക്കെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായി. ഇനിയും ഇത്തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നിത മണ്ണാർക്കാട് ഡാസിൽ അക്കാദമി എന്ന സ്ഥാപനത്തിലെ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ് ചേർന്ന് കുണ്ടലക്കാട് കൈത്താങ് ചാരിറ്റി കൂട്ടായ്മയുടെ ഡ്രസ് ബാങ്കിലേക്ക് 10 കൂട്ടം കല്യാണ ഡ്രസ്സ് കൈമാറിയിരിക്കുന്നു. 9 വർഷങ്ങളായി മണ്ണാർക്കാട് ടീച്ചേഴ്സ് ട്രെയിനിങ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഡാസിൽ അക്കാദമി. ഇതിനോടകം തന്നെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളിയാവാൻ സാധിച്ചിട്ടുണ്ട്. കൈത്താങ് ചാരിറ്റി കൂട്ടായ്മ പാവപ്പെട്ട കുട്ടികളുടെ വിവാഹ ആവശ്യാർത്ഥികളുടെ ഡ്രസ് കളക്ഷനുമായി നമ്മളെ സമീപിക്കുകയും ഇക്കാര്യം നമ്മുടെ കുട്ടികളെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾ കളക്ട് ചെയ്ത വെഡ്ഡിംഗ് ഡ്രസ്സ് ഇന്ന് നമ്മുടെ ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായി അവർക്ക് കൈമാറുകയും ചെയ്തു. ഇങ്ങനെ ഒരു പുണ്യപ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഡാസിൽ കുടുംബത്തിന് വളരെയധികം അഭിമാനമുണ്ട്. 15 വർഷത്തോളമായി വിദ്യാഭ്യാസ മേഖലയിൽ സവിശേഷമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ഡാസിൽ അക്കാദമി. പങ്കെടുത്തവർ RM ലത്തീഫ്, മുഹമ്മദ് അലി, സന്തോഷ്, ഷൈജു.